ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. യെസ്, അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് റിസൾട്ട് എന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ്സിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താണ് 8ാം ക്ലാസ്സിന്റെ റിസൾട്ട് നേരത്തെ വരാനുള്ള കാരണം ഓൾറെഡി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾക്ക് ഇത്തവണ എന്താണ് ഓൾ പാസ് 8ാം ക്ലാസ്സിൽ ഇല്ല. അതായത് ഇത്തവണ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം 9th അത് ഒഴിവാക്കും. അതായത് ഈ അക്കാഡമിക് ഇയർ മുതൽ 8, 9 ഒക്കെ എന്താണ് ഓൾ പാസ് ഇല്ല. കൃത്യമായ 30% എത്ര മാർക്ക് ഉണ്ടല്ലോ. അതായത് 40ൽ 12 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പം ഒരു റിസൾട്ട് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല. പിന്നെ ഗവൺമെൻറ് കയ്യിൽ ഓർഡർ ഉണ്ടായിരുന്നു. ഈ ഏപ്രിൽ 4 ആകുമ്പോഴത്തേക്ക് കൃത്യമായി പേപ്പർ നോക്കിയിട്ട് മാർക്ക് ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ മാർക്ക് കൃത്യമായി വാല്യുവേഷൻ നടത്തുന്നു. ആ മാർക്ക് കുട്ടികളെ അറിയിച്ചു കൊടുക്കുക. ഏത് കുട്ടികൾക്ക് എന്തെങ്കിലും സാധ്യത കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് തോറ്റുപോയ കുട്ടികളുണ്ടായിരിക്കും. അതായത് ഈ പറഞ്ഞ മിനിമം മാർക്ക് വാങ്ങാൻ കഴിയാത്ത കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ ഈ വരുന്ന ഏപ്രിൽ മാസം നൽകിയിട്ട് മെയ് മാസം വീണ്ടും ഒരു പരീക്ഷ ആർക്കുണ്ടായിരിക്കും, ഈ വിഷയത്തിൽ തോറ്റ വിദ്യാർത്ഥികൾ. അതായത് മിനിമം മാർക്ക് വാങ്ങാൻ സാധിക്കാത്ത, അതായത് തോറ്റ വിദ്യാർത്ഥി എന്ന് പറയാൻ സാധിക്കില്ല, മിനിമം മാർക്ക് കിട്ടാത്ത കുട്ടികൾ അവർക്ക് എന്ത് ചെയ്യും, ഒരു എക്സാം കൂടി ഈ ഒരു മാസത്തിൽ അവർക്ക് ഒരു സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സുകൾ കൊടുത്തിട്ട് അവരെ ആ മിനിമം മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ആ മിനിമം മാർക്കുള്ള കുട്ടികൾ മാത്രമായിരിക്കും ഇനി ഹയർ എഡ്യൂക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ സെൻസ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലേക്ക് വിജയിക്കുകയുള്ളൂ. ആൻഡ് എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ ഇന്നലെ ഒരുപാട് കുട്ടികൾ എനിക്ക് എൻ്റെ പാരൻസ് വിളിച്ചിരുന്നു. അതിൽ 2-3 കുട്ടികൾ ഇതേപോലെ മിനിമം മാർക്ക് കിട്ടാതെ ഞങ്ങൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾ കിട്ടിയില്ല. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളും കാര്യങ്ങളും വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു വീഡിയോ ചെയ്ത് ഞാൻ വിചാരിച്ചു, കുറച്ച് പല തിരക്കുകൾ കാരണം കുറച്ച് ലേറ്റ് ആയി പോയതാണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ ആരെങ്കിലും ഇതുപോലെ നിങ്ങളുടെ റിസൾട്ട് വന്ന ആളുകൾ നിങ്ങളുടെ മാർക്ക് എത്ര നിങ്ങൾ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ മിനിമം മാർക്ക് കിട്ടിയില്ല, ഞാൻ തോറ്റ വിദ്യാർത്ഥിയാവുന്ന ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിക്കാനുള്ള സമയം നൽകുന്നുണ്ട്. മിനിമം മാർക്ക് വാങ്ങാനുള്ള ക്ലാസ്സുകളൊക്കെ ഈ സമയത്ത് നൽകും. ആൻഡ് അതിൻ്റെ കൂടെ എനിക്ക് നിഹാൽസാൻ ഒരു ആഡ് ഓൺ ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പഠിക്കേണ്ട സമയത്ത്, പരീക്ഷകൾ വരുന്ന സമയത്ത്, പരീക്ഷയുടെ മുന്നോടിയൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കളികളും കാര്യങ്ങളൊക്കെ ഒരു പൊടിക്കിനി കുറച്ച് കുറയ്ക്കുക ഇൻ ദ സെൻസ് എന്താണ്, നമ്മൾ മൊത്തം മാറ്റി വെച്ച് പഠിക്കണമെന്ന് ഞാൻ സാർ പറയില്ല. പഠിക്കുക സമയമുണ്ടല്ലോ, പരീക്ഷകൾ എടുക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഡെയിലി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ ഇനി പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനങ്ങളും നമ്മുടെ സംവിധാനം അല്ലെങ്കിൽ നമ്മളെ വരാനിരിക്കുന്ന ചോദ്യ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതൊക്കെ മാറാൻ വേണ്ടി പോകും. അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ അവിടെയും ഇവിടെയും തിരിഞ്ഞ് കളിച്ച് നിങ്ങളുടെ നല്ല സമയം കളയരുത്. തോറ്റ വിദ്യാർത്ഥികളുടെ ലിസ്റ്റിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.